ഇന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലെ കുപ്രസിദ്ധ മോഷ്ടാവ് കസ്റ്റഡിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. 50-ലേറെ കേസുകളിൽ പ്രതിയായ ബാലമുരുകനാണ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. പോലീസ് തൃശൂർ നഗരത്തിൽ വ്യാപകമായി തിരച്ചിൽ തുടരുകയാണ്. നടരാജ് പരശുറാമാണ് ഉള്ളത്. നടരാജ്, രാവിലെ തന്നെ ഒരു മോഷ്ടാവ് രക്ഷപ്പെട്ട വാർത്തയാണല്ലോ നൽകാനുള്ളത്. എന്താണ് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ എവിടെ വരെ എത്തി? അതെ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം. നൗഫൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ വിയ്യൂർ ജയിലിന്റെ തൊട്ടടുത്തുള്ള പരിസരത്താണ്. ഇയാൾ തമിഴ്നാട് സ്വദേശി, തെങ്കാശി സ്വദേശിയായ ബാലമുരുകനാണ്. 50-ലധികം കേസുകളിൽ പ്രതിയായ ബാലമുരുകനെ കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസ് കോടതി നടപടികൾക്കായി കൊണ്ടുപോയതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരിച്ചെത്തിച്ചത്. വിയ്യൂർ ജയിൽ പരിസരത്ത് എത്തിയപ്പോൾ ഇയാൾ ഈ കാണുന്ന, നമുക്ക് പുറകിൽ കാണുന്ന ഒരു പച്ചക്കറി തോട്ടമാണ്. ഈ തോട്ടം നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ജയിലിന്റെ മറുഭാഗത്തേക്കാണ്. അവിടെ എത്തിയപ്പോൾ പ്രാഥമിക ആവശ്യത്തിനുള്ള ഒരു റിക്വസ്റ്റ് പറയുകയായിരുന്നു. മൂത്രമൊഴിക്കണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ പോലീസുകാർ അതിന് അനുവദിക്കുകയായിരുന്നു എന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ ചാടിപ്പോയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇതിന് അനുവാദം കൊടുത്ത് വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയപ്പോൾ തൊട്ടടുത്തുള്ള ഈ കാണുന്ന പച്ചക്കറി തോട്ടത്തിലൂടെ ചാടി റോഡിലേക്ക് വന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. ബാലമുരുകൻ 50-ലധികം കേസുകളിൽ പ്രതിയാണ്. കവർച്ച, കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഇയാളുടെ മിക്ക കേസുകളും തമിഴ്നാട്ടിലാണുള്ളത്. മറയൂരുമായി ബന്ധപ്പെട്ടൊരു മോഷണ കേസിൽ ഇയാൾ നേരത്തെ വിയ്യൂർ ജയിലിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾ വിയ്യൂർ ജയിലിൽ എത്തിയത്. പലപ്പോഴും ഇയാളെ പല കോടതി നടപടികൾക്കായും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി രാത്രി കൊണ്ടുവന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. നടരാജ്, അതായത് വിയ്യൂർ ജയിലിന്റെ കോമ്പൗണ്ടിൽ എത്തിയ ശേഷമാണ് ഇയാൾ രക്ഷപ്പെടുന്നത് എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് ഇയാൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ജയിലിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. പിന്നെ അയാൾ എന്തിനാണ് അനുവദിക്കുന്നത്? അയാൾക്ക് അകത്ത് കയറി ചെയ്യാവുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പുറത്ത് അയാൾക്ക് അനുവാദം കൊടുക്കുന്നത് എന്തിനായിരുന്നു? അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് പോലീസ് സാധാരണഗതിയിൽ ഇത്ര പെട്ടെന്ന് ഇത് അനുവദിക്കാറില്ല. ജയിൽ പരിസരത്ത് എത്തിയിട്ടും അകത്തേക്ക് കയറ്റാതെ എന്തിനാണ് ഇയാൾക്ക് അവസരം നൽകിയത് എന്നുള്ള ചോദ്യത്തിന് തമിഴ്നാട് പോലീസാണ് ഉത്തരം നൽകേണ്ടത്. നമ്മൾ ഈ ചോദ്യം വിയ്യൂർ പോലീസ് ഉൾപ്പെടെയുള്ളവരോട് ചോദിച്ചപ്പോൾ വിയ്യൂർ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇവർക്ക് എസ്കോട്ട് പോയിരുന്നത് തമിഴ്നാട് പോലീസാണ്. കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം അവർക്കായിരുന്നു. എന്തിനാണ് അവർ ഇത്തരത്തിൽ ഒരു അനുവാദം നൽകിയത് എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. എന്തായാലും അവർ പറയുന്നത് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇറക്കിയതാണ്. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട്, അതായത് ജയിൽ കോമ്പൗണ്ടിനകത്തെത്തിയപ്പോയതുകൊണ്ടാണ് ഇത്തരത്തിൽ അവസരം നൽകിയതെന്ന് അവർ പറയുന്നു. പക്ഷെ പ്രതി നേരത്തെയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയിട്ടുള്ള ആളാണ് എന്നുള്ള കാര്യം എന്തുകൊണ്ട് പോലീസ് പരിഗണിച്ചില്ല എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. എന്തായാലും അയാൾ ഈ കാണുന്ന പച്ചക്കറിത്തോട്ടം വഴി ചാടി പോയി. അയാൾ പെട്ടെന്ന്, സാധാരണ മുമ്പും ഇത്തരത്തിൽ പോകുമ്പോൾ പ്രദേശത്തെ ബൈക്കുകൾ മോഷ്ടിച്ചൊക്കെ തന്നെ പെട്ടെന്ന് കടന്നു കളയുന്നൊരു സ്വഭാവം ഇയാൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ബൈക്കോ മറ്റോ ഉടൻ മോഷണം പോയിട്ടുണ്ടെങ്കിൽ പോലീസ് അറിയിക്കണമെന്നൊരു അറിയിപ്പ് പോലീസ് അനൌദ്യോഗികമായി പറയുന്നുണ്ട്. കാരണം ഇതൊക്കെയാണ് അയാളുടെ രക്ഷപ്പെടുന്ന രീതി. മോഷണത്തിന് കയറുന്ന വീടുകളിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന സ്വഭാവം ബാലമുരുകനുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വിയ്യൂർ ജയിൽ പരിസരത്ത് നമ്മളുണ്ട്. ഇവിടെ പല ഭാഗങ്ങളിലായി പോലീസ് പരിശോധന നടത്തുകയാണ്. അല്പസമയം ഈ തോട്ടത്തിന്റെ ഭാഗത്തിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. തൃശൂർ നഗരത്തിലും മറ്റു ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ബാലമുരുകനെ ഉടൻ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നോക്കൂ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വലിയ മിസ്റ്റേക്കാണ് സംഭവിച്ചിട്ടുള്ളത്.